മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് പ്രതാപൻ കടലോരത്ത് പോയിരിക്കുന്നത്. പക്ഷേ പ്രതാപനൊട്ട് കാണാനും കഴിയില്ല കേട്ടോ. പെട്ടെന്ന് നിന്നിട്ട് പ്രതാപൻ തിരിച്ചു വരാൻ നിൽക്കുകയാണ്. ആരോ എന്നെ പറഞ്ഞ് പറ്റിച്ചതാണെന്ന് കരുതിയിട്ട് കേട്ടോ. പെട്ടെന്നായിരിക്കും മാർക്കോ തോളി പിടിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ മാർക്കോയും ലോപ്പസും ആയിരിക്കും കേട്ടോ. പ്രതാപം അങ്ങനത്തെ അവരെ കണ്ടതും തന്നെ എന്താ നീ ഇവിടെ വട്ടത്തിരിഞ്ഞ് നടക്കുന്നത്, കണ്ണൻ സാറ് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ നീ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല മോനെ അല്ല മാർക്ക് മോനെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതെ, ഞാനാണ് നിന്നെ വിളിച്ചത്. കണ്ണൻ സാറ് നടക്കുന്നുണ്ട്, നീ അതേപോലെ തന്നെ അമ്പലത്തിൽ കണ്ണൻ സാറ് നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാൻ പോയി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാർക്കോയും ലോപ്പസും കൂടി പ്രതാപനെ കൈകാര്യം ചെയ്യണം കേട്ടോ. കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നവനാണ് നീ, അതുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ പറ്റില്ല. കോടതി കയറ്റാത്തതും ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാത്തത് നിൻ്റെ കരുണയില്ലാത്ത കരുണമോളെ കുറിച്ചിട്ടും അവരെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. പക്ഷെ ഞാൻ നിന്നെ അങ്ങനെ വിടില്ല എന്ന് പറഞ്ഞിട്ട് പ്രതാപനും ലോപ്പസും കൂടി കൈകാര്യം ചെയ്യണം കേട്ടോ. വേണ്ട മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനൊരു കണ്ടില്ല, ആക്സിഡൻ്റ് ആയത് ഞാൻ കണ്ടില്ല എന്ന് പറയണം കേട്ടോ പ്രതാപ്. അതേ സമയത്ത് നീ എന്തുകൊണ്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, അതിനും കൂടി നീ മെനക്കെട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതായാലും കണ്ണൻ സാറ് നടക്കുന്നത് കാണാനാണല്ലോ നീ വന്നത്, നീ എന്തായാലും നിന്നെ കാത്തിരിക്കണ്ടല്ലോ നിൻ്റെ അമ്മ, അവിടേക്ക് നടക്കാതെ എഴഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് പ്രതാപനെ നല്ലപോലെ കൈകാര്യം ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇനി കാണുമ്പോഴൊക്കെ നിനക്ക് തരും ഇത് ഫസ്റ്റ് ഡോസാണ് എന്ന് പറയാണ്. പിന്നീട് പ്രതാപം വല്ല പ്രകാരം വീട്ടിലെത്തുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രതാപം വയ്യാത്ത പോലെ കയറി പോകുമ്പോൾ ചോദിക്കും, എന്താടാ നീ കണ്ടോ എന്ന് ചോദിക്കും. അമ്മേ ഞാൻ കണ്ടില്ല, എനിക്ക് തീരെ വയ്യമ്മേ, ഒരു കാര്യങ്ങൾക്കും എനിക്ക് വയ്യ, ഞാൻ ആകെ അവശതയിലാണ് എന്ന് പറയുമ്പോൾ എന്താടാ പറ്റിയത് നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ മാർക്കോയാണ് എന്നെ അടിച്ച് പരവത്താക്കിയ അമ്മ, അവനാണ് ഫോൺ ചെയ്തിരിക്കുന്നത് എന്ന് പറയും. എന്താടാ നീ എവിടെ പോയാലും നിനക്ക് ഓരോ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയും. അതിനുശേഷം മാർക്കോ അമ്മയും കൂടി കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നും പറയണം കേട്ടോ. അത് കേൾക്കും മുത്തശ്ശിക്ക് ആകെ പേടിയാവാണ്. അതേസമയം കരുണ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്ത് ക്ഷീണിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് മഹാലക്ഷ്മി വരികയാണ്. അതിനുശേഷം നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുക. ആ കഴിഞ്ഞു എന്ന് പറയും. എന്നാൽ അടുക്കള മുഴുവൻ വൃത്തിയാക്കി ഗ്യാസ് സ്റ്റൗവും തുടച്ചിട്ട് വൃത്തിയാക്കണം, അതിനുശേഷം ഈ വീട് മൊത്തം തുടയ്ക്കണം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ കരുണയ്ക്കാകെ സങ്കടം വരികയാണ് കേട്ടോ. കരുണ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴേ പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ് എന്ന് പറയും. അത് ഇപ്പം തന്നെ ക്ഷീണിക്കില്ല, ഇനി ഈ തുടയ്ക്കലും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം മുഴുവനാകും. സാരമില്ല, ഇന്ന് ക്ഷീണം ഉണ്ടാകും, അതുപോലെ നാളെ നീ ചെയ്യാതിരിക്കരുത്, നാളെ എന്ത് ചെയ്യണം, അപ്പം ശീലമായിക്കോളും എന്നിങ്ങനെ പറയണം കേട്ടോ. നിനക്ക് എല്ലാ പണികളും ശരിയാവണം, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പെൺകുട്ടികൾ എല്ലാ പണിയും പഠിച്ചിട്ട് വരണം. അതുപോലെ എൻ്റെ ഇവിടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് കഴിക്കാനാണ് കണ്ണേട്ടന് ഇഷ്ടം, എനിക്കും അതുപോലെ തന്നെ ഇഷ്ടം. കുഞ്ഞുനാളിൽ എനിക്ക് അങ്ങനെ പുറത്തത്തെ ഫുഡൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് നിനക്ക് അറിയുമല്ലോ, അതുകൊണ്ട് എല്ലാ ജോലികളും നമ്മൾ സ്ത്രീകൾ തന്നെ ചെയ്യണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ എന്തെങ്കിലും മനസ്സിരിക്കാതിരുന്നു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ കാര്യം ഉണ്ണി അറിയും, പിന്നെ പറയണ്ടല്ലോ ഉണ്ണി നിന്നെ ഉപേക്ഷിക്കും എന്നെല്ലാം പറയണം കേട്ടോ. ശരി ഞാൻ ചെയ്തോളാം എന്ന് പറയണം കേട്ടോ. ഒരു പണിക്കാരിയെ നിർത്തിയ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല, നീ തന്നെ ചെയ്യണം എല്ലാ പണികളും എന്ന് പറയണം കേട്ടോ. പാചകമൊക്കെ നീ ഇപ്പോൾ പഠിച്ചല്ലോ, അതേപോലെ തന്നെ ഇതും പഠിച്ചോളും എന്ന് പറയണം കേട്ടോ. അതേസമയം മനസ്സിൽ കരുണ വിചാരിക്കുന്നുണ്ട് ഞാൻ ഗ്യാസ് തുറന്നിട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയണം കേട്ടോ. പിന്നീട് കരുണ തുടയ്ക്കുകയാണ് കേട്ടോ. തുടയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് ദുർഗ വരുന്നത്. ദുർഗ മോളെ നീ എന്താ ഈ ചെയ്യുന്നത്, മാറി ഞാൻ തുടയ്ക്കാം എന്ന് പറയും. വേണ്ട ഞാൻ തുടച്ചോളാം എന്ന് പറയും. എന്താ മോളെ നിനക്ക് എന്താ പറ്റി, വല്ല ബാധയും കൂടിയോ എന്ന് പറയും. എന്നെ അമ്മ ഇങ്ങനെ വെറുതെ വന്ന് ശല്യം ചെയ്യേണ്ട, ഓരോ കാര്യം ചോദിക്കും വേണ്ട, ഞാൻ ഇവിടെ ജീവിക്കാൻ വന്നത് മഹാറാണിയായിട്ട്, പക്ഷേ എൻ്റെ ഗതികേടാണ്, ഞാൻ അവളെപ്പോലെയും അവൾ മഹാറാണിയെപ്പോലെയും, കൂടുതലൊന്നും പറയണ്ട, എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്, അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണ്ട പറയും. വാ നമുക്ക് അമ്പലത്തിൽ പോവാം, ബാധ ഒഴിവിക്കാം എന്നിങ്ങനെ പറയണം ദുർഗ. ഒരു അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല, അത് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് എനിക്കറിയാം എന്നിങ്ങനെ കരുണ പറയണം കേട്ടോ. വീണ്ടും കരുണ ജോലി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ദുർഗ കരുണ ജോലി ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് പ്രതാപന് അയച്ചു കൊടുക്കണം കേട്ടോ. ഇനി അവരുടെ മുത്തശ്ശിയും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രതാപൻ അത് കാണുകയാണ്. പ്രതാപൻ അത് കണ്ടിട്ട് ആകെ മൊത്തം കരയാണ് കേട്ടോ. പ്രതാപൻ കരുണ തുടയ്ക്കുന്നത് കണ്ടപ്പോൾ പ്രതാപന് സമനില തെറ്റിയിട്ട് കരയാണ് കേട്ടോ. അതേസമയം
മുത്തശ്ശി വരികയാണ്. എടാ എന്താ ദുർഗ ഫോൺ ചെയ്തിരുന്നല്ലോ, നിൻ്റെ ഫോണിലേക്ക് എന്തോ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ നോക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം മുത്തശ്ശി ഫോൺ നോക്കുമ്പോൾ കരുണ അങ്ങനെ തുടയ്ക്കുന്നത് കാണുകയാണ് കേട്ടോ. മുത്തശ്ശി ആകെ കരയുകയാണ് കേട്ടോ. കരഞ്ഞിട്ട് സങ്കടം സഹിക്കണില്ല മുത്തശ്ശിക്ക്. മുത്തശ്ശി പ്രതാപനോട് പറയും, എടാ ഇത് നീ കണ്ടോ എന്ന് ചോദിക്കും. അതന്നെ അമ്മേ, എനിക്ക് വിഷമം കാരണമാണ് അമ്മയെ പറഞ്ഞിട്ട് പ്രതാപനും കരയാണ് കേട്ടോ. അത് കാരണമാണ് ഞാൻ അമ്മ കാണരുത് എന്ന് വിചാരിച്ച് ഞാൻ എന്താ ചെയ്യുക അമ്മേ എന്ന് ചോദിക്കുക. പക്ഷേ നീ എന്തോ ചെയ്തോ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ചെയ്യാൻ അറിയും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പ്രതാപനെ ആഞ്ഞടിക്കുകയാണ് കേട്ടോ ചെകിടത്ത്. പ്രതാപന് എന്ത് ചെയ്യണമെന്നറിയില്ല. നീ ഒരൊറ്റ കാരണമാണ് ഈ ബന്ധം അവിടെ കൊണ്ടുവന്നത്, എൻ്റെ മോൾ ഇങ്ങനെ കഷ്ടപ്പെടാനുള്ള കാരണം നീയാണ് എന്ന് പറഞ്ഞിട്ട് പ്രതാപനെ ശകാരിക്കുകയാണ് കേട്ടോ. അതേ സമയമാണ് അങ്ങോട്ടേക്ക് മോഹിനി വരികയാണ് കേട്ടോ. മോഹിനിയെ കണ്ടതും മുത്തശ്ശിക്ക് കലി തൊള്ളുകയാണ് കേട്ടോ. എന്നാ നീ കാണ്, നിൻ്റെ കൺകുളർക്കെ നീ കാണ്, നിൻ്റെ കണ്ണുകൾക്ക് സന്തോഷം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആ ഫോൺ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ആ ഫോണിൽ വീഡിയോ കാണുമ്പോൾ മോഹിനിക്ക് കരുണ ഇങ്ങനെ തുടയ്ക്കുന്ന വീഡിയോ കാണും കേട്ടോ. കരുണ തുടയ്ക്കുന്നത് കാണുമ്പോൾ മോഹിനി രണ്ടുപേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ് കേട്ടോ. ഇതിനിപ്പോൾ എന്തത്ര അതിശയം എന്നിങ്ങനെ മോഹിനി ചിന്തിക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യിക്കണേ.